Good morning, children. Welcome to Hindi class. Today we are going to study the exercise of lesson 11. Lesson 11, page number 58. Page number 58. ചേർത്തിടാൻ ജോഡുക്കൾ ലിഖോ. Listen, children. Which letter is this? K. അല്ലേ? K plus ഔ. K plus ഔ എന്ത് വരും? കൗ വരും. അതിന്റെ കൂട്ടത്തിൽ is equal to കൗവ. കൗവ means crow. Next K plus ഔ എന്ത് വരും? ഗൗ വരും. ഗൗ പ്ലസ് എലി. ഗൗരി. ഗൗരി വൺ നെയിമാണ്, ഒരാളുടെ പേരാണ്. നെക്സ്റ്റ് ന പ്ലസ് ഔ. ന പ്ലസ് ഔ നൗ പ്ലസ് കാ. നൗക. Can you see? Now plus ka, nauka. Then next the plus au plus da. Da plus au, dau plus the, dauda. Okay. Then next one ch plus au, chau ki, chauki. Ka plus au, kau plus na, kaun. Kaun, കോൻ എന്ന് നമ്മൾ വായിക്കും. കൗൻ. ഹൂ എന്നാണ് ചോദിക്കുന്നത്. ഹൂ ആര്. Then പഠിയെ ഓർ സമझिए, read and understand. ഇനി സിമ്പിൾ മാത്രം ചേർത്ത് എഴുതാനായിട്ട് അങ്ങനത്തെ നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്തു കഴിഞ്ഞു അല്ലേ? ഇത്ര എക്സസൈസ് നമ്മൾ അതിന്റെ ചെയ്തു. ഓരോ പാഠത്തിനും വരുന്നുണ്ട്. അതും 2-3 ചെയ്യിപ്പിക്കാം. ലിസൺ. മ പ്ലസ് ഔ. ഈ ഹൽച്ചിന്റെ മാറ്റി ഔവിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുന്നത്. പ്ലസ് കി, സോറി, പ്ലസ് സി is equal to മൗസി. 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 Then പ്ലസ് ഔവിന്റെ സിമ്പിൾ പ്ലസ് ധ. പൗധ. പൗധ means plant. പൗധ, plant. Then the 3 letter words under p plus k plus au symbol plus. അപ്പൊ ഈ കായുടെ കൂട്ടത്തിലെ ഹൽച്ചിഹ്നം കിടക്കുന്നപ്പോൾ കൗ. അപ്പൊ എങ്ങനെ വരും? പക്കൗടി. ഹൽച്ചിഹ്നമുള്ള ഇതിനോട് വേണം അവന്റെ സിമ്പിൾ കൂട്ടാനായിട്ട്. പക്കൗടി, കച്ചൗടി. പക്കൗടി, കച്ചൗടി മീൻസ് ഫ്രൈംസും എന്താ ഫ്രിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു അല്ലേ നമ്മള്? ഫ്രിറ്റേഴ്സ് ആണ് പക്കൗടി. ദെൻ കച്ചൗടി മീൻസ് സ്വീറ്റ്സ് ആണ്, മധുര പലഹാരങ്ങൾക്കാണ് പറയുന്നത്. നല്ല സ്പെഷ്യൽ ബ്രെഡ്, സോഫ്റ്റ് ബ്രെഡിനൊക്കെ പറയും. ഓക്കെ. ദെൻ നൗക്കർ. നൗക്കർ മീൻസ് സെർവന്റ്. നൗക്കർ, സെർവന്റ്. ഖിലൗന. ഖിലൗന, ടോയി. തൗ പ്ലസ് ലീ പ്ലസ് യാ, തൗലിയ. തൗലിയ മീൻസ് ടവൽ. ഗൗ പ്ലസ് അരൈ പ്ലസ് യാ, ഗൗരയ്യ. ഗൗരയ്യ. ഗൗരയ്യ മീൻസ് സ്പാരോ ആണ്. സ്പാരോ ഒരു കിളിയ, ചെറിയൊരു തരം കിളിയാണ് സ്പാരോ. ഗൗരയ്യ. Okay, children. Then all of you take page number 59. Page number 59. Are you ready, children? Okay. Listen. ഔ की मात्रा वाले शब्दों पर गोला लगाइए. ഔവിന്റെ സിമ്പിൾ വരുന്ന വേർഡ്സിന് മാത്രം റൗണ്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കിൾ ദ വേർഡ്സ് ഹാവിംഗ് ഔ സൈൻ. ഓക്കെ. ഫസ്റ്റ് വേർഡ്, ഫസ്റ്റ് വൺ. ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്തില് 4 തന്നിട്ടുണ്ട്. 4 വേർഡ് തന്നിട്ടുണ്ട്. അതിൽ ഏതിനൊക്കെ ഔവിന്റെ ചിഹ്നമുണ്ടോ അതിനൊക്കെ നമ്മൾ റൗണ്ട് ചെയ്യണം. ഫസ്റ്റ് വൺ ബൗന. ബൗന സിമ്പിൾ ഇല്ലേ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങള് ഇങ്ങനെ റൗണ്ട് ചെയ്യണം. ബൗന. ബൗന. നെക്സ്റ്റ് റോട്ടി. സിമ്പിൾ ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് വൺ കൗൺ. ഓക്കെ, ഉണ്ട്. റൗണ്ട് ചെയ്തു. ലോട്ട. ഇല്ല. അപ്പം ആ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്തിൽ 2 വേർഡിനാണ് ഔവിന്റെ സിമ്പിൾ ഉള്ള. ഒന്ന് ഫസ്റ്റ് വണ് ബൗനയ്ക്കും, തേർഡ് വൺ കൗനയ്ക്കും. ഓക്കെ. Can you see?
Then next one, second one, coat, khilawna, mausa, tokri. 4 words ഉണ്ട്. First one coat. കോട്ടിനകത്ത് ലവിന്റെ സിമ്പൽ ഇല്ല. നെക്സ്റ്റ് ഖിലൗനയ്ക്ക് ഉണ്ട്. ഖിലൗന ടോയ്ക്ക് ഉണ്ട്. റൗണ്ട് ചെയ്യുക. ദെൻ മൗസ ഉണ്ട്. സെക്കൻഡ് വണ്ണിലെ രണ്ട് സെന്ററിലുള്ള 2 വേർഡ്സിന് മാത്രം അവന്റെ സിമ്പൽ ഉണ്ട്. അതിന് രണ്ടും റൗണ്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ചൗരാഹ, ഹദൗഡ, സമോസ, നൗക്രാനി. 3 വേർഡ്സിനുണ്ട് ഇവിടെ. ചൗരാഹ റൗണ്ട് ചെയ്യുക. ഹദൗഡ റൗണ്ട് ചെയ്യുക. സമോസക്കില്ല. നെക്സ്റ്റ് നൗക്കറാനി. അവന്റെ സിമ്പിൾ നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ചെയ്തോ? देन चित्रों को देखिए और औ की मात्रा लगाकर शब्दों को पूरा कीजिए. चित्रों को देखिए और औ की मात्रा लगाकर शब्दों को पूरा कीजिए. Look at the pictures and complete the words by putting ഔ sign. ഫസ്റ്റ് ഒരു ബോട്ടിന്റെ ചിത്രമാണ് അല്ലെ, ചെറിയൊരു വഞ്ചി. വഞ്ചിക്ക് ഹിന്ദിയിൽ പറയുന്ന നൗക എന്നാണ്. നൗക ബോട്ട്. നൗക ബോട്ട്. മിസ്സിന്റെ ഫോട്ടോ ഇടുമ്പോൾ അതിനുള്ളിൽ ഇംഗ്ലീഷ് മീനിങ് എഴുതിട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഇംഗ്ലീഷ് മീനിങ് എഴുതി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മീനിങ് കിട്ടും. ബോട്ടിന് നൗക. അപ്പൊ എന്താ വിട്ടുപോയിരിക്കുന്ന അക്ഷരം ഇവിടെ ഏതാണ്? ഔവിന്റെ സിമ്പൽ ആണല്ലേ. അവിടെ ഔവിന്റെ സിമ്പൽ ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് വേർഡ് ഏതാ കിടക്കുന്നത്? ഇങ്ങനെ ബോട്ടിന് താഴെയായിട്ട് കിടപ്പുണ്ട്. ഇങ്ങനെ ഇവിടെ ഡാഷ് ഇട്ടിട്ടുണ്ടല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ സിമ്പിൾ ഇട്ട് കൊടുക്കണം. നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ബോട്ടിൽ ഗോളിന്റെ ചിത്രമാണ്. ഗോഡ് ചുരക്കയുടെ ചിത്രം. അതിന് നമ്മൾ എന്തിട്ട് കൊടുത്തു? ഔവിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. ആ വിട്ടുപോയെടുത്ത് ലൗക്കി. ദെൻ നെക്സ്റ്റ് വൺ, പൗധ. പ്ലാന്റിന് പറയുന്നത് പൗധ. ഏതാ വിട്ടുപോയത്? ഔവിന്റെ സിമ്പിൾ പൗധ. ദെൻ നെക്സ്റ്റ് വൺ, നൗക്കറാനി മീൻസ് ഹൗസ് മെയ്ഡ് ആണ്. വീട്ടു ജോലിക്കാരി ഇല്ലേ, അവർക്ക് പറയുന്നത് നൗക്കറാനി ഹൗസ് മെയ്ഡ്. ഔവിന്റെ ചിഹ്നം നാ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അടുത്ത നെക്സ്റ്റ് വൺ, ഹാമറിന്റെ ചിത്രമാണ്. ഹാമറിന് ഹത്തൗഡ. അപ്പൊ ധായ്ക്ക് ഔവിന്റെ സിമ്പൽ ഇട്ട് കൊടുക്കുക. ഹത്തൗഡ. ദെൻ നെക്സ്റ്റ് വൺ, ഖിലൗന മീൻസ് ടോയ് ആണ്. ഒരു പാവയുടെ പടമല്ലേ, ടെഡി ബിയർ ആണെന്ന് തോന്നുന്നല്ലേ. ഖിലൗന. അപ്പൊ വിട്ടുപോയ സ്പേസ് കിടക്കുന്നുണ്ടോ? അവിടെ ഔവിന്റെ സിമ്പിൾ. താഴെ ഒരു വര, മേൽ 2 വര. ഖിലൗന. ദെൻ നെക്സ്റ്റ് ഗൗരയ്യയുടെ ചിത്രമാണ്. അപ്പം ഔവിന്റെ ചിഹ്നം കൊടുക്കുക കഴിഞ്ഞപ്പോ. ഗൗരയ്യ. ഈ വേർഡ്സ് ഒക്കെ എഴുതി പഠിക്കണേ. തൗലിയ മീൻസ് ടവലാണ്. ടവലിന് കർച്ചീഫിനും പറയും തൗലിയ. ഔവിന്റെ സിമ്പിൾ. നെക്സ്റ്റ് ഔരത്ത്, വുമൺ, ലേഡി. ഔരത്ത് അത് പഠിച്ചിട്ടുള്ളതല്ലേ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഔരത്ത്, ലേഡി. Okay children, today this is Nachuli. Have a nice day.